എമ്പാടുമുള്ള മലയാളികളെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള 24ന്റെ ശ്രമം MMC ആപ്പിനോട് വലിയ പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ മുംബൈയിൽ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിന് തൊട്ടടുത്താണ് ഉള്ളത്. ഓപ്പോസിറ്റ് നമുക്ക് കോർപ്പറേഷൻ കെട്ടിടം കാണാം. ഇവിടെയുള്ള മലയാളികളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് അറിയാമെന്ന് വെച്ചിട്ടാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് മലയാളികളുണ്ട്. അവർ രാവിലത്തെ പ്രഭാത നടത്തമൊക്കെ കഴിഞ്ഞിങ്ങനെ വന്ന് നിൽക്കുകയാണ്. അവരെ കൂടി നമ്മൾ ഈ ആപ്പ് ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ ആപ്പ്? നല്ലൊരു ആപ്പാണ് ഇത്. 24 ചാനൽ തുടങ്ങിയ ഒരു നല്ലൊരു ആപ്പ്. എല്ലാ മലയാളികളെയും ഒരുമിച്ച് ഒരു കുടയ്ക്ക് കീഴിൽ കൊണ്ടുവരിക, ഒരുമിച്ച് കൊണ്ടുവരിക എന്ന അത് ആദർശത്തോടു കൂടി തുടങ്ങിയ ഈ ആപ്പ് എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് തീർച്ചയായും എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും മലയാളികളുടെ തീർച്ചയായും മുമ്പയുടെ എല്ലാ മലയാളികളും നിങ്ങളുടെ കൂട്ടത്താണ്. ഒരു മലയാളികളെ ഒരുമിക്കുക എന്നുള്ള ഒരു ആശയം എല്ലായ്പ്പോഴും എല്ലാ മലയാളികളും നല്ലതായിട്ട് സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ വെറും ഒരു ചാറ്റിംഗ് ആപ്പ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്കിതിലൂടെ ആളുകൾക്ക് സഹായിക്കണമെങ്കിൽ, സഹായം എത്തിക്കണമെങ്കിൽ അതിനൊക്കെ ഒരു സുതാര്യത കൊണ്ടുവരാൻ കൂടിയുള്ള ഒരു ശ്രമമാണ്. അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെ കാണും? ഇതൊരു വലിയ ഇമ്പോർട്ടൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഒരുമിച്ച് ഒരു മലയാളി ഗ്രൂപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങിയാൽ അത് നമുക്ക് ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് കിട്ടും, റീച്ച് കിട്ടും. It's a very good thing for Malayali as a community, because especially for people of നമ്മൾ ബോംബെയിലുള്ള മലയാളികളാകുമ്പം ചെറിയൊരു കമ്മ്യൂണിറ്റി. എന്നാലും അവരെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ ഒരു സക്സസ് കിട്ടുന്ന 100% ഷുവറാണ്. ഐ ഹോപ്പ് യു വിൽ ഓൾ സക്സീഡ് ആൻഡ് എല്ലാവരും ഒരുമിച്ച് വരട്ടെ, എല്ലാവരും ഇതിനു വേണ്ടി വർക്ക് ചെയ്യട്ടെ ആൻഡ് ലെറ്റ് ഇറ്റ് ബി എ ബിഗ് സക്സസ്. കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഈ കൂട്ടായ്മകളോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ടോ? അവർ നാട് വിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ചില കൂട്ടായ്മകൾ ഉണ്ടാവും, നിങ്ങളുടെ അസോസിയേഷൻ ഉണ്ടോ, സമാജം ഉണ്ടോ. അതിനൊക്കെ ഒപ്പം ഇങ്ങനെ ഒരു ആപ്പ് കൂടി വന്ന് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തെ നിങ്ങൾ എങ്ങനെയാണ്? അത് എല്ലാവർക്കും വീണ്ടും ഒന്നിച്ച് അവിടെ ഇവിടെയുള്ള മലയാളികൾ ഒന്നിച്ച് ഒരേ കൂട്ടായ്മയായിട്ട് വീണ്ടും ഈ ആപ്പിൽ കൂടി നമുക്ക് ഒന്നിച്ച് കൂട്ടായ്മ കൂട്ടുവാനും എല്ലാവർക്കും ഒന്നിച്ച് ഇറങ്ങി പ്രവർത്തിക്കുവാനുമായിട്ട് കഴിയും. എങ്ങനെ ഇങ്ങനെ ഒരു ആപ്പ് കൊണ്ടുവന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ? ഈ പ്രവർത്തനം കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. ഇത് ഇത്രയും പെട്ടെന്ന് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളോടൊക്കെ ഇതേക്കുറിച്ച് പറയും, ഇനി അറിയാത്ത ആരെങ്കിലും? തീർച്ചയായും പറയും. അതാണ് മലയാളികൾ, മുംബൈയിലെ മലയാളികൾ ഈ വിവരത്തോട്, ഈ ഒരു ആപ്പിനോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നു എന്നതാണ് മുംബൈയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. മുംബൈയിലെ CST റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.